മിഡ് ക്യാപ് ഓഹരികളുടെ വാല്യുവേഷനെ കുറിച്ച് വലിയ ആശങ്കയാണ് നിക്ഷേപകർക്കിടയിലുള്ളത്. അതുകൊണ്ട് തന്നെ മിഡ് ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന സ്കീമുകളെ പറ്റിയും ഈ ആശങ്കയുണ്ട്. സെബി അനുശാസിക്കുന്ന പ്രകാരം വിപണി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 101 മുതൽ 250 കമ്പനികളാണ് നിക്ഷേപത്തിനായി പരിഗണിക്കാറ്. എന്നാലും മിഡ് ക്യാപ് ഓഹരികളുടെ ഒരു സവിശേഷത ഇത്തരം കമ്പനികൾ ബിസിനസിന്റെ ബ്രേക്ക് ഈവൻ ആകേണ്ട സമയത്തിലാണ് എന്നുള്ളതാണ്. മുന്നിലേക്ക് വളരാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അതേസമയം മറിച്ചും സംഭവിച്ചേക്കാം. ഇങ്ങനെയാണെങ്കിലും ഫണ്ട് മാനേജർമാർ കൃത്യമായ പഠനം നടത്തിയാണ് ഇത്തരം ഓഹരികൾ തിരഞ്ഞെടുക്കാറുള്ളത്. ഇപ്പോൾ ഓഗസ്റ്റ് മാസം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ പരിഗണിക്കാവുന്ന കുറച്ച് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ പരിചയപ്പെടാം. ഇവിടെ നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ വാല്യുവേഷൻ പീക്കിൽ തന്നെയാണ് തുടരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സമീപകാലത്തേക്ക് ഇതിന്റെ ചാഞ്ചാട്ടം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദീർഘകാലത്തേക്കായി പഠിച്ചുകൊണ്ട് ഇത്തരം ഓഹരികൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ആക്സിസ് മ്യൂച്വൽ ഫണ്ട് 2013 അവതരിപ്പിച്ച ഫണ്ടാണ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട്. ഈ ഫണ്ടിന്റെ കൈകാര്യ ആസ്തി 32,069 കോടി രൂപയാണ്. SIP തുടങ്ങണം എന്നുള്ളവർക്ക് 100 രൂപ വെച്ചും ഇതിൽ നിക്ഷേപം നടത്താവുന്നതാണ്. ഒരു വർഷത്തിൽ 7% CAGR നേട്ടമാണ് ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. 3 വർഷത്തിൽ 20% CAGR വളർച്ചയും 5 വർഷത്തിൽ 24% CAGR വളർച്ചയും കൈവരിച്ചിട്ടുണ്ട്. 11 സെക്ടറുകളിൽ 97 ഓഹരികളാണ് ഫണ്ട് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. കൺസ്യൂമർ സെക്ടറിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ, കോറമൻഡൽ ഇന്റർനാഷണൽ, പെർസിസ്റ്റന്റ്, ഇന്ത്യൻ ഹോട്ടൽസ് എന്നീ ഓഹരികൾക്കാണ് കൂടുതൽ വെയിറ്റേജ് നൽകിയിരിക്കുന്നത്. ലോക്ക് ഇൻ പീരീഡ് ഇല്ല. PGIM ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ട് 2013 PGIM ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ട് അവതരിപ്പിച്ചത്. ഈ ഫണ്ടിനും ലോക്ക് ഇൻ പീരീഡ് ഇല്ല. ഏറ്റവും കുറഞ്ഞത് 1000 രൂപ വെച്ച് SIP തുടങ്ങാം. 11,052 കോടി രൂപയാണ് ഫണ്ടിന്റെ കൈകാര്യ ആസ്തി. എക്സ്പെൻസ് റേഷ്യോ 0.45%. ഒരു വർഷത്തിൽ 8% CAGR വളർച്ചയും 3 വർഷത്തിൽ 16% വളർച്ചയും 5 വർഷത്തിൽ 28% വളർച്ചയുമാണ് കൈവരിച്ചത്. 10 സെക്ടറുകളിലായി 72 ഓഹരികളാണ് ഫണ്ട് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഫൈനാൻഷ്യൽ സർവീസസ്, ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് കൂടുതൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഫണ്ടിൽ മാക്സ് ഹെൽത്ത് കെയർ, സോളാർ ഇൻഡസ്ട്രീസ്, JK സിമന്റ്സ്, മാക്സ് ഫൈനാൻഷ്യൽ സർവീസസ് പോലുള്ള ഓഹരികൾക്ക് വെയിറ്റേജ് കൂടുതലാണ്. ഇൻവെസ്കോ ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ട് ഇൻവെസ്കോ ഇന്ത്യ മിഡ് ക്യാപ് ഫണ്ടും 2013 അവതരിപ്പിച്ചത്. ഈ ഫണ്ടിൽ SIP കുറഞ്ഞത് 500 രൂപ വെച്ച് ആരംഭിക്കാവുന്നതാണ്. ഫണ്ട് 7046 കോടി രൂപയുടെ കൈകാര്യ ആസ്തിയാണ് മാനേജ് ചെയ്യുന്നത്. എക്സ്പെൻസ് റേഷ്യോ 0.63%. CAGR റിട്ടേൺ നോക്കാം. ഒരു വർഷത്തിലും 3 വർഷത്തിലും 5 വർഷത്തിലുമായി യഥാക്രമം 18%, 29%, 30% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ലോക്ക് ഇൻ പീരീഡ് ഫണ്ടിനുമില്ല. 8 സെക്ടറുകളിലെ 47 ഓഹരികളിലാണ് ഫണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഫൈനാൻഷ്യൽ സർവീസസ്, ഹെൽത്ത് കെയർ എന്നിവയാണ് അതിൽ പ്രധാനം. BSE ലിമിറ്റഡ്, L&T ഫിനാൻസ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, സ്വിഗ്ഗി ലിമിറ്റഡ് പോലുള്ള ഓഹരികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കൊട്ടക് മിഡ് ക്യാപ് ഫണ്ട് 100 രൂപ വെച്ച് SIP തുടങ്ങാൻ പറ്റുന്ന ഫണ്ടാണിത്. 2013 തന്നെയാണ് ഫണ്ടും ആരംഭിച്ചിരിക്കുന്നത്. 53,464 കോടി രൂപയുടെ കൈകാര്യ ആസ്തി ഫണ്ടിനുണ്ട്. എക്സ്പെൻസ് റേഷ്യോ 0.38%. ഫണ്ടിനും ലോക്ക് ഇൻ പീരീഡ് ഇല്ല. 9% CAGR വളർച്ച ഫണ്ട് കൈവരിച്ചിട്ടുണ്ട്. 3 വർഷത്തിൽ 23% വളർച്ചയും 5 വർഷം കൊണ്ട് 30% വളർച്ചയും കൈവരിച്ചു. 10 സെക്ടറുകളിലായി 60 ഓഹരികളാണ് ഫണ്ട് നിക്ഷേപം നടത്തിയത്. കൺസ്യൂമർ സെക്ടറിനാണ് ഫണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടറിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടെക്നോളജിക്കും 15% വെയിറ്റേജ് നൽകിയിട്ടുണ്ട്. ഫോർട്ടിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ്, എംഫസിസ്, സോളാർ ഇൻഡസ്ട്രീസ്, സ്വിഗ്ഗി പോലുള്ള കമ്പനികളിൽ ഈ ഫണ്ട് കൂടുതൽ വെയിറ്റേജ് നൽകിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. മുകളിൽ സൂചിപ്പിച്ച വിവരങ്ങൾ മ്യൂച്വൽ ഫണ്ട് ശുപാർശയല്ല, പഠനാവശ്യം നൽകിയിട്ടുള്ള വിവരങ്ങളാണ്. നിക്ഷേപം നടത്തുമ്പോൾ തീർച്ചയായിട്ടും വിദഗ്ധരുടെ നിർദ്ദേശം തേടാൻ ശ്രദ്ധിക്കുക.